നമ്മൾ ഒരു റൈറ്റ് സൈഡിൽ ഞാനൊരു വിദേശയാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു. നീല കോട്ടിട്ട് നടത്തിയ ഒരു വിദേശയാത്രയെക്കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ ആ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇനി ഇ ഡിയുടെ ചോദ്യമുറിയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നോടൊന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞാലല്ലേ. അതെ അതെ അതെ. ഇനി അതെന്തായാലും ആ ചോദ്യം അദ്ദേഹത്തിനും വരും. അദ്ദേഹത്തിന്റെ അതൊരു അടിപൊളി വേഷമായിരുന്നു കേട്ടോ. ഗംഭീര വേഷമായിരുന്നു. പക്ഷെ എന്തായാലും ആ ചോദ്യം ചെയ്യലുകളൊക്കെ ഇനി അങ്ങോട്ടുണ്ടാവും. പക്ഷെ നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകൾ ഹവാല ഇടപാടുകൾ നടത്തുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ കേരളം എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഈ തീവ്രവാദ സംഘടനകളും രാജ്യവിരുദ്ധ ശക്തികളും മാത്രം ഉപയോഗിച്ച് വന്ന സാമ്പത്തിക ഇടപാടുകൾക്കുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഇവരുടെ അഴിമതിപ്പണം വെളുപ്പിക്കാനുള്ള ഇടപെടലുകളാണ് ഈ നടന്നത്. ഇതിപ്പോൾ വീണ എന്ന് പറയുന്നത് ഇതിലൊരു ഇടപാടുകാരി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വീണ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ള ചോദ്യമാണ് കേരളം ചോദിക്കേണ്ടത്. കാരണം വീണയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്തു കൂട്ടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. വിജയകരമായ ഒരു കമ്പനിയെങ്കിലും നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമായിരുന്നു. അതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊരു ഫെയിൽഡ് ബിസിനസ് വുമണാണ് നിയമപരമായ ബിസിനസ്സുകളിൽ. അല്ലാതെയുള്ള ഇത്തരം തട്ടിപ്പുകളിൽ അവർക്ക് വലിയ കഴിവുണ്ടാകാം. അത് ഇ ഡി ആണ് കണ്ടെത്തേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ക്രൈമുകളുടെ രീതിയാണ്. വളരെ ആസൂത്രിതമായി നടത്തുന്ന വളരെ ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഇടപാടുകൾ, രീതികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇത്തരം വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ മറ്റൊരാളെ, അതും ഒരു DYFI നേതാവായിട്ടുള്ള ഇന്ദുലാലിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പ്രത്യേക റൂട്ടർ സംവിധാനം സെറ്റ് ചെയ്യുക, അതുപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ നടത്തുക, വിദേശത്തേക്കുള്ള ഫോൺ കോളുകൾ നടത്തുക, മറ്റ് ഇടപാടുകൾ നടത്താൻ അത് മാത്രമായി മാർഗം ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീടാണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ കോഴിക്കോടുള്ള ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. 2023 തുടങ്ങുന്നു. അനീസ് എന്ന് പറയുന്നയാൾ അതിന്റെ ഒരു പാർട്ണറാകുന്നു. അപ്പോഴും വീണ തന്നെ മാനേജിംഗ് പാർട്ണർ. വീണയാണ് സർക്കാർ സംവിധാനങ്ങളുമായി കരാറുകൾ ഏർപ്പെടാനുള്ള സിഗ്നേറ്ററി. വീണയ്ക്ക് തന്നെയാണ് അതിൽ കൂടുതൽ അധികാരം. അപ്പോൾ എന്നിട്ടും 2023 മുതൽ ഒരു ഓഫീസ് തുറക്കുന്നു. അത് ഈ പറയുന്ന രീതിയിൽ ഷട്ടർ ഇട്ട ഒരു കടമുറി. ആ കടമുറിക്ക് മുമ്പിൽ GST അടക്കമുള്ള നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എഴുതി ഒട്ടിച്ചൊരു ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രിന്റ് എടുത്ത് ഒട്ടിച്ചൊരു പേപ്പർ. ഇത് മാത്രമായി ഇത്രയും വർഷം ആ കമ്പനി അവിടെ പ്രവർത്തിക്കുന്നു. അതിൽ വാടക കൊടുക്കുന്നുണ്ട് കൃത്യമായി. അതിലൊരു പരാതി വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന GST വകുപ്പുമായി ബന്ധപ്പെട്ട് GSTയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും കൃത്യമായി നടന്നുകൊണ്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തട്ടിപ്പ് മറച്ചു പിടിക്കാൻ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളതായി ഒരു വിവരവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മറച്ചു പിടിക്കുന്ന ഒരു കമ്പനി രൂപപ്പെടുത്തുകയും അത് സ്വന്തം പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ GST വകുപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും അവിടെ കൃത്യമായ ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോൾ പണം ജൂലൈ വരെ കൃത്യമായ റിട്ടേണുകൾ അടച്ചിരിക്കുന്നു അല്ലേ? അതെ അതെ. എന്ത് ഇടപാടുകൾക്ക് അവിടെ നടന്ന ബിസിനസ് എന്താണ്? ആ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ പോലും ഇരുന്നിട്ടില്ല. 15 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട് താനും. 10 ലക്ഷം ആസ്തിയുള്ള ഇവർക്ക് 15 ലക്ഷം അക്കൗണ്ടിൽ പണവും ഉണ്ട് താനും. അപ്പോൾ ഈ പണവുമൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി ആർക്കുമെന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള തട്ടിപ്പ്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് വീണയുടെ പേരിലുള്ള ഈ ഡയറി കുറിപ്പ് തന്നെയാണ്. കാരണം ആദ്യത്തെ 9 പേജുകളിൽ ആ ചുവന്ന പുറംചട്ടയുള്ള ഡയറിയുടെ 9 പേജുകളിൽ പണമിടപാടുകളുടെ വിവരങ്ങളാണ്. ചുവപ്പാണ്. ചുവന്ന ഡയറി എന്നാണ് ഇ ഡി അതിനെ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ഇപ്പോൾ നമ്മൾ ഇതിൽ നടന്നിട്ടുള്ളൊരു വലിയ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന് ഹവാല മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ വീണയുടെയും പിണറായി വിജയന്റെയും അതിലേറെ എടുത്തു പറയേണ്ടത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് ബിസിനസ് നടത്തിക്കൂടെ എന്നുള്ള വളരെ ആത്മരോഷത്തോടെയുള്ള ചോദ്യം ചോദിക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിയും എന്തായാലും ഇനി ചോദ്യം മുന്നിലേക്ക് വരും. അവിടെ ഇ ഡി വിളിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഒരുപക്ഷെ വീണയ്ക്കൊപ്പം മുഹമ്മദ് റിയാസും അകത്തുപോയി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പറയേണ്ടത് 2021 സോളസ് എന്ന് പറയുന്ന പരസ്യ കമ്പനിക്ക് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പണം നൽകിയിരിക്കുന്നത് വീണയാണെന്നുള്ള കണ്ടെത്തലാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തെ പോലും അവർക്ക് ഈ രീതിയിൽ സ്വാധീനിക്കാൻ ഈ കള്ളപ്പണം, ഈ ഹവാല പണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണ്ടേ? അതെ, കേരളത്തിൽ തന്നെ പേരുകളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സ്വാധീനമുള്ള പല ബിസിനസ്സുകാരുടെയും പണം അവർ ഇങ്ങോട്ട് കേരളത്തിലേക്കും ആ പണം അയച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇവർക്ക് പങ്കുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാണ്.